Hi friends, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓറിയോ മിൽക്ക് ഷേക്ക് ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി, ഇൻട്രോ ഷൂട്ട് ചെയ്യണത് നാട്ടിലാണ്. പക്ഷേ ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓറിയോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. നല്ല തണുത്ത പാലാണ്. നിങ്ങൾക്ക് പാസ്ചറൈസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാല് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹെർഷീസിൻ്റെ സിറപ്പാണ്. ഇത് 1 ടേബിൾ സ്പൂൺ. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ആണെങ്കിലും ഉപയോഗിക്കാം. ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഞാനൊരു 3 ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഒരുപാട് വേണ്ട, ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക വെള്ളം പോലെയാവും, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. പിന്നെ ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 ബിസ്ക്കറ്റാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. കാരണം ഷേക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടായാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ള കഴിക്കാൻ. ഈ ബിസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏത് ഫ്ലേവർ ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ്. ഇതിലേക്ക് നമുക്കിനി എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചോക്ലേറ്റ് സിറപ്പിന് മധുരമുണ്ട്, പിന്നെ ഈ ബിസ്ക്കറ്റിനും മധുരമുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് മധുരമൊന്നും ചേർക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഫ്രഷ് ക്രീം തന്നെയാണ്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അരഞ്ഞ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് അടച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിതിലേക്ക് ബാക്കിയുള്ള 2 ബിസ്ക്കറ്റും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി എടുത്തു വെച്ച ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം. ഞാനിത് ഒന്നും കൂടി അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ, ഈ ഒരു തിക്നെസ്സിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാണുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഇതിപ്പോൾ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ആദ്യം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് 1 സ്പൂണിൽ എടുക്കുകയാണ്. അതിനുശേഷം ഈ ഗ്ലാസിൻ്റെ വശങ്ങളിലൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഒരുവിധം ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അവസാനം നമുക്കിതിൻ്റെ ഫോം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് തന്നെയാണിത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഷേക്ക് തന്നെയാണിത്. അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അത്രേ പണിയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.